വെൽക്കം ബാക്ക് നിലമ്പൂർ തേക്ക് വുഡ് ആൻഡ് ഫർണിച്ചർ. ഇന്ന് നമ്മൾ റിവ്യൂമായി കൊണ്ടുവന്നിരിക്കുന്നത് 6.3.5 ഇങ്ങനെ ഇങ്ങോട്ട് 6ഉം ഇങ്ങോട്ട് 3.5ഉള്ള ഒരു ടേബിളുമായാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാർബിൾ ടോപ്പ് ഉപയോഗിക്കാനായിട്ട് ഉണ്ടാക്കുന്ന പ്രത്യേക മോഡലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷെ നമ്മൾ സ്ട്രോങ് ലൈറ്റാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനി വീഡിയോ അടുത്തുനിന്ന് കണ്ടു നോക്കാം. അതിൽ എന്തൊക്കെയാ എങ്ങനെയൊക്കെയാ കൊടുത്തതെന്നുള്ള നമുക്കൊന്ന് അടുത്തുനിന്ന് കണ്ടു. ഇതാണ് നമ്മളെ ടേബിള് വരുന്നത് 6.3.5. നമ്മൾ ടേബിളിൻ്റെ കാലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വണ്ണം വെക്കുന്നതാണ്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച്. ഇത് നമ്മളെ മാർബിൾ ടോപ്പ് ഇടാനായിട്ട് ഉണ്ടാക്കിയതാണ്. കാരണം കണ്ടോ, നമുക്ക് 4x2 ഇതാണ് നമ്മൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇത്ര കനത്തിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. മാർബിൾ ടോപ്പ് അത്യാവശ്യം നല്ല കനം ഉണ്ടാവും. ഒറിജിനൽ മാർബിൾ ടോപ്പ് കേട്ടോ. നമ്മളത് അത്യാവശ്യം നല്ല കനം ഉണ്ടാവും. കണ്ടില്ലേ. ഈ ടേബിൾ ആവശ്യമുള്ളവർ നമ്മൾ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നതാണ്. അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ടേബിളിൻ്റെ ക്വാളിറ്റി കണ്ടില്ലേ, ഇത്ര ക്വാളിറ്റി ഉണ്ടാവും. ഈ മോഡല് മാർബിൾ ടോപ്പ് ഇടുന്ന എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് മതി. വെറുതെ നമ്മൾ മുകളിൽ ഈ ഡിസൈൻ വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇങ്ങനെ കൊടുത്താൽ സ്ട്രോങ്ങും ഉണ്ടാവും. പിന്നെ ഇതിൽ കൂളായിട്ട് ഇവിടെ 3 പേർക്ക് ഉഷാറായിട്ട് പോവാം. 3-4 പേർക്കൊക്കെ പോവാം. എന്നാലും 3 പേര് കൂട്ടാം നമുക്ക്. ഇവിടെയും 3 പേർക്ക്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയും ഇടാം, അവിടെയും ഒരു ചെയർ ഇട്ട് കഴിഞ്ഞാൽ കൂളായിട്ട് 8 സീറ്റ് ആവും. പിന്നെ നോർമലി നമുക്ക് ഒരു 6 സീറ്റ് എന്നുള്ള പേരിലാണ് നമ്മൾ കൊടുക്കാറ്. പിന്നെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് 8 സീറ്റും ആക്കാം. ഒരു യൂട്ടിലിറ്റി കൂടിയ ഒരു മോഡലാണ് ഈ ടേബിള്. പിന്നെ ഇത് ഇത്ര കനം കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും. ജോയിൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നമ്മളിത് പക്ക പെർഫെക്ഷനിലാണ് നമ്മൾ ചെയ്യുക. നല്ല സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് പൊന്തിച്ചാൽ തന്നെ അറിയാം നല്ല കനമുണ്ട്. നമ്മൾ അത്ര കട്ടിയിലും കനത്തിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഈ ടേബിൾ വേണ്ടിയവർ കോണ്ടാക്ട് നമ്പർ നേരത്തെ കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ കോണ്ടാക്ട് നമ്പർ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കാരണം നമ്മൾ അത്രയും പ്രൈസ് കുറച്ചിട്ടാണ് ഈ ഒരു മോഡൽ നമ്മൾ കൊടുക്കുന്നത്. മോഡൽ എന്ന് പറയുമ്പോൾ ഇത് അത്യാവശ്യം നല്ല യൂട്ടിലിറ്റി ഉണ്ട്, നല്ല സ്പേസും. ഇനിയിപ്പോൾ ഇതിന് മേലെ മാർബിൾ ടോപ്പും കൂടി വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ മോഡലൊക്കെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ റൂട്ടർ വന്നിട്ട് ഇവിടെ നമ്മൾ പോളിഷിൻ്റെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ. നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമ്മൾ പോളിഷ് വർക്ക് ചെയ്യുക. ഇതിപ്പോൾ സീലർ ഫിനിഷിംഗ് ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ മാറ്റ് അടിക്കും. ഒരു മാറ്റ് ഫിനിഷിങ് കൂടി വന്നു കഴിഞ്ഞാൽ പക്ക ഫിനിഷായി പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് എപ്പോഴും നല്ലത് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക. അതാവും കൂടുതൽ ഈട് നിൽക്കുക. നമുക്ക് കൂടുതൽ യൂട്ടിലിറ്റി ഉണ്ടാവും, അതേപോലെ തന്നെ കൂടുതൽ കാലം ഈട് നിൽക്കും. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഒന്നുമില്ല, നമ്മൾ ഒരു ബ്രാൻഡഡ് ഒരു ചെരുപ്പ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് 2, 3, 4 കൊല്ലം വരെയൊക്കെ ലാസ്റ്റ് ചെയ്യും. നേരെ മറിച്ച് ഒരു 200, 250, 300 രൂപയുടെ ചെരുപ്പ് വാങ്ങിയാൽ നമ്മൾ എത്ര വട്ടം അത് പൊട്ടിയിട്ട് മാറ്റുന്നുണ്ട്. ആരും അതിൽ നോക്കുന്നില്ല. ബോധേഡല്ല ആൾക്കാർ. വാങ്ങുമ്പോൾ നമ്മൾ പരമാവധി നല്ലത് നോക്കി വാങ്ങുക. അപ്പോൾ കൂടുതൽ കാലം ഇൻവെസ്റ്റ് ചെയ്ത പോലെയാണ് ഇത്. കാരണം എന്താ വെച്ചാൽ ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മളൊരു വീട്ടിലേക്കൊരു സാധനം വാങ്ങുകയല്ലേ. നമ്മൾ ഈ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു മാസം കൂടുമ്പോഴോ ഒരു കൊല്ലം കൂടുമ്പോഴോ നമ്മൾ മാറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങുമ്പോൾ നല്ലത് നോക്കി വാങ്ങാം. പിന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ട എപ്പോഴും പറയുന്ന പോലെ കൂടുതലും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാൻ നോക്കുക. ഒന്നും കൂടി കൺവീനിയൻ്റ് അതാണ്. എന്നാൽ പിന്നെ നമുക്ക് മറന്നു പോവില്ല. മെസ്സേജും കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞതും അതിൽ തന്നെ ഉണ്ടാവും. അളവും കാര്യങ്ങളും എനിക്ക് അതായിരുന്നു വേണ്ടിയത്, എനിക്ക് ഇതായിരുന്നു വേണ്ടിയതെന്നൊന്നും നമുക്ക് മറന്നു പോവുകയോ പേക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ പറയുന്നത്. നമ്മളെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആ വീഡിയോയിൽ കമൻ്റ് ഇടുക എല്ലാവരും വന്നിട്ട്.
നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഞാൻ പറയുന്ന പോലെ പറ്റിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പറ്റിക്കപ്പെടരുത്. നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്ത ആ വീഡിയോയിൽ വന്ന് എല്ലാവരും കമൻ്റായി അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. എന്നാലേ നമ്മളെ പുതിയ പുതിയ വീഡിയോകൾ കിട്ടത്തുള്ളൂ.